വരുന്ന് ഒരു മുടിഞ്ഞവളെ ഇതാ വരുന്നെന്ന് പറഞ്ഞു കേട്ടില്ലേ? കുന്തം. ഓ അയ്യോ, അതൊന്നും നിർത്താൻ ഇതാ വരുന്നെന്ന്. ഇവർക്ക് എന്നാത്തിന്റെ സൂക്കേടാണ് ഈ കിടന്ന് ചെയ്യും. കാര്യം എന്താണെന്ന് പറ. മുടിഞ്ഞവളാണെന്നോ? എന്താ ഞാൻ മുടിച്ചത്? അങ്ങനെ കാര്യം പറഞ്ഞേച്ചതല്ലോ. ചുമ്മാ കയറി വരാതെ. എടി നീ അങ്ങ് പേടിച്ചോ, ഇത് ഞങ്ങളുടെ പതിവാ. ഒരു ദിവസം ഒരു തല്ലെങ്കിലും വെച്ചില്ലെങ്കിൽ ഇവൾക്ക് ഉറക്കം വരില്ല. സുധേട്ടാ, ഞാൻ പറയാറില്ലേ പ്രമീള, ബാങ്കിലും മിണ്ടാപ്പൂച്ച. അയ്യോ, എന്റെ മോനെവിടെ? പ്രമീള വാ. മോനെ, മോനെ കുട്ടാ. മോനെ, എന്റെ മോൻ പാല് കുടിച്ചോ? എടി, ഇവന് പാല് കൊടുത്തോ? കൊടുത്തു വെച്ചമ്മേ. എന്താ മോനെ? മോനെ, ഇതാരാന്നറിയോ? ചേച്ചി. പ്രമീളെ, ഇവനാരാ മോനെന്നറിയോ? തന്തയുടെ അസല. സുധേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. തന്തയെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ മോനും ഉറങ്ങില്ല. ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? ഇവൻ ഉറങ്ങിയതും ഞാനിപ്പോ വരെ. മോന്റെ പേരെന്താ? കേക്ക്. ഇന്ന് ഞാനാ നേരം വൈകി വന്നത്. ഞങ്ങളിങ്ങനെ അടി. ഞാനങ്ങനല്ല. ഓ പിന്നെ ആര് താമസിച്ചു വരുന്നോ കൊടുക്കണം ശിക്ഷ. എന്നിരേ മോനെ എടുത്തോ. ചിക്കൻ ഫ്രൈഡ് റൈസാ. ഇത് തിന്നാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇതേ ചൂടാവാൻ മിനിറ്റുകൾ മതി. സുധേട്ടന്റെ ചേട്ടൻ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. ചേട്ട പ്രമേളെ, ആ സിംഗപ്പൂര് പെട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലാ ഇവിടുത്തെ പാചകം. മതി മതി, വലിയ വാചകമൊന്നും അടിക്കണ്ട. ഈ തരുന്നതങ്ങ് തിന്നേച്ചാ മതി. എന്താടി നീ ആലോചിക്കുന്നത്? നിങ്ങളെ കണ്ടപ്പോ എടി, അതിന് വലിയ കാര്യമൊന്നുമില്ല. സ്നേഹിക്കണം, വിശ്വസിക്കണം. അതാണ് കുടുംബജീവിതം. എനിക്കിനി ആരെയും സ്നേഹിക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ. അത് ശരി. എടി, ആ ഇരിക്കുന്നതേ എന്റെ മൂന്നാമത്തെ പ്രേമമാ. മൂന്നാമത്തെയോ? ചേട്ട പ്രമേളെ, അത്രയാളെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഓ, ഈ പറയുന്ന ആള് പരമയോഗ്യനാ. എടി, 5 മണിയായാൽ ഒരു കമ്പൗണ്ടർ ബാഗും ഒരു തല്ലിപ്പൊളി മോട്ടോർ സൈക്കിളുമായി ഇറങ്ങും. ആ ചടാക്കിനാണെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ വാതുക്കൽ വന്നാൽ കേടാ. എന്നിട്ട് ചടാക്കി കേറി എന്റെ അരയ്ക്ക് കയ്യിട്ട് മിണ്ടി പോരുത്. സുധേട്ടാ, ഞാൻ ഗൗരവമായിട്ട് പറയുകയാണ്. പറഞ്ഞേച്ചാ മതി. നമുക്ക് ഇവൾക്കൊരു ഭർത്താവിനെ കണ്ടുപിടിക്കണം. എന്താ? ഡോക്ടർ വേണോ, എഞ്ചിനീയർ വേണോ, അതോ നമ്മുടെ കാറ്റഗറി മതിയോ? ആരായാലും കൊള്ളാം. തന്നെ പോലെ തല്ലിപ്പൊളിയാവില്ല. സുധേട്ട, എന്താ ഇത്?